ഹലോ ഹലോ, ലാൽസലാം ലാൽസലാം. ആരാണ് മുഹമ്മദ് സൈഫ് സമീർ? ആരാ? നീയാണല്ലേ? മോനിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാ. അതാരാ കൂടെയുള്ളതാരാ? വൈസ് പ്രസിഡന്റ്. ഓ, മറ്റേതോ? ഏ, പ്രസിഡന്റാണ്. ഓഹോ, അപ്പൊ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം കൂടെ ഉണ്ടല്ലേ? ആ, ഉഷാറല്ലേ? മെറ്റയോടെന്തായി? മെറ്റയോടെന്തായി? അത് നിലവിലൊന്നും ആയിട്ടില്ല. ഓ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സഖാവേ. ശരി ശരി ശരി. നിലവിലൊന്നും വന്നിട്ടില്ല, റീപ്ലൊന്നും വന്നിട്ടില്ല. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓ ഓ ഓ, നല്ലത് നല്ലത്. ഓക്കെ ഓക്കെ, സന്തോഷം, വിളിച്ചതിന് ഓക്കെ. സന്തോഷം. മുഹമ്മദ്, ഓ, ഓക്കെ, എല്ലാ ആശംസകളും ചേട്ടാ. ലാൻസലാം ലാൻസലാം. ഭയങ്കര ഒരു മിനിറ്റ് സാറേ, സഖാവേ ഒരു മിനിറ്റ്. സെക്രട്ടറി വന്നിക്കണ്. സെക്രട്ടറി ആണല്ലേ? ദിയ. എന്താ പേര്? ദിയ ഹസൻ. ഓ ഓ, അപ്പൊ നിങ്ങളുടെ യൂണിറ്റിന് എല്ലാ ആശംസകളും കേട്ടാ. നല്ല ഉഷാറായിട്ട് നോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. കുട്ടി സഖാവ് ഇന്ന് വൈറലാണ്. പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ വിളിച്ചു വളരെയധികം ആവേശത്തോടുകൂടെ ചാനലുകളിലൊക്കെ വലിയ ചർച്ചയായി കുട്ടി സഖാവ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് സിയാൻ എന്നൊരു കുട്ടി ആ അക്കൗണ്ടൊക്കെ പൂട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച ചാനലുകളിലൊക്കെ നടക്കുന്നുണ്ട്. ആദ്യം അതൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഒരു മുസ്ലിം പേരുള്ളൊരു കുട്ടിയാണ്. ഇത്ര വേണോ എന്ന് ചോദിക്കുകയാണ്. ആ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം ആവശ്യമാണ്, ആവശ്യമുള്ളവർക്കൊക്കെ രാഷ്ട്രീയം ഉപയോഗിക്കാം. രാഷ്ട്രീയ ഭ്രാന്ത് പാടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ഇനി ലീഗായാലും എന്തൊക്കെ പാർട്ടി ആയാലും, വർഗീയതയില്ലാത്ത എന്ത് പാർട്ടി ആയാലും, ജനാധിപത്യത്തിനനുസരിച്ചുള്ള ഏത് പാർട്ടി ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ചെറിയ കുഞ്ഞു മക്കളെ ഇങ്ങനെ പഠിപ്പിക്കണം. ഒരു മുസ്ലിം ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കളാണെങ്കിൽ അവരോട് ഇസ്ലാമിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ല. നിങ്ങളെ മക്കളെ റസൂലുള്ളാഹിൻ്റെ മഹബ്ബത്ത് പഠിപ്പിക്കണേ. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടി വഴിപിഴച്ചു പോകില്ല. ഈ കൊച്ചു കുട്ടിയെ, ബുദ്ധി വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിൽ ഈ രാഷ്ട്രീയ ചിന്താഗതി വളർത്തിയെടുത്തത് എന്തിനാണ്? ആ കുഞ്ഞുമോൻ എന്തെങ്കിലും അറിയോ? അവനെ പഠിപ്പിച്ചു, അവൻ അതിനനുസരിച്ച് വളരുന്നു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആ രക്ഷിതാക്കൾക്കല്ലേ? ഈ കുട്ടി പിന്നീട് നിരീശ്വരവാദിയോ മറ്റോ ആയാൽ ഈ രക്ഷിതാക്കൾക്ക് എന്താണ് ആ കുട്ടിയെ കൊണ്ട് ഗുണം കിട്ടുക? മുസ്ലിം ആണെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്, മറ്റുള്ളവരോടല്ല. ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ഈ കുട്ടി വലുതായി നിരീശ്വരവാദി കമ്മ്യൂണിസത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഈ രക്ഷിതാക്കൾക്ക് എന്താണ് ഗുണം കിട്ടുക? നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കി വളർത്തിക്കൊണ്ടുവരിക, അവരെ നല്ല ദീനീബോധത്തോടെയും നല്ല മനുഷ്യനായും എല്ലാവിധ ജാതി മതസ്ഥരെയും സ്നേഹിച്ചും സന്തോഷത്തോടെയും ജീവിക്കാൻ പഠിപ്പിക്കേണ്ട കുട്ടി രാഷ്ട്രീയ ഭ്രാന്ത്, വിശിഷ്യ ഇതുപോലുള്ള രാഷ്ട്രീയ ഭ്രാന്ത് തലയിൽ കയറ്റി കുഞ്ഞുനാളിൽ തന്നെ ആ കുട്ടിയുടെ മസ്തിഷ്കം
രാഷ്ട്രീയത്തിന് വേണ്ടി അടിമപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് സൃഷ്ടിച്ചാൽ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും? ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കൊണ്ട് എന്ത് ഗുണം കിട്ടുക? നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വലിയ ആളാക്കിയത് കൊണ്ട് നല്ല കാര്യമാണത്. ഡോക്ടറാക്കുക, എൻജിനീയർ ആക്കുക, അതല്ലെങ്കിൽ ഉയർന്ന എന്തെങ്കിലും തസ്തികയിലേക്ക് നമ്മുടെ മക്കളെ നമ്മളൊക്കെ അരയും തലയും മുറുക്കി വിശപ്പ് സഹിച്ചാലും വേണ്ടില്ല എൻ്റെ കുട്ടി വളരട്ടെ എന്ന് ഉദ്ദേശിച്ച് പഠിപ്പിച്ചുയർത്തിയാൽ ആ കുട്ടിക്ക് മതബോധമില്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ഈ രക്ഷിതാവിന് എന്ത് ഗുണമാണ് കിട്ടുക? ആ കുട്ടിക്ക് ഗുണം കിട്ടും. കാരണം അവൻ ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ ഉയർന്ന എന്തെങ്കിലും ജോലി തസ്തികയിലെത്തിയാൽ ആ കുട്ടി വിവാഹം കഴിക്കുന്ന അവൻ്റെ ഭാര്യക്കും അവൻക്കും ഗുണമായി. ഈ രക്ഷിതാവിന് ആ കുട്ടിയെ കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുക? വലതും സ്വാലിഹും യദ്ഉലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ. ആ മക്കൾ വളരണമെങ്കിൽ ആ കുട്ടിക്ക് മഹബത്തുർ റസൂൽ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ജീവിത ശൈലി പഠിപ്പിക്കണം. മുസ്ലിങ്ങളോടാണ് പറയുന്നത്, ഞാൻ എടുത്തു പറയുന്നു. പ്രവാചകന്റെ ജീവിത ശൈലി, പ്രവാചകന്റെ ജീവിതകാലത്ത് അവിടുത്തെ കുട്ടിപ്രായത്തിൽ എല്ലാവരും അൽ അമീൻ, സത്യസന്ധൻ എന്ന് വിളിച്ച് വളർന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ എന്തുകൊണ്ട് രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല? നമ്മുടെ മക്കളുടെയൊക്കെ മനസ്സിൽ രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നതെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഈ രക്ഷിതാവിന് കിട്ടുന്ന ഗുണം അപകടമാണ്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് ആ കുട്ടിക്ക് പഠിപ്പിക്കുന്നതെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കി ഈ പാട്ട്. ലോകത്ത് മൊത്തം ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം സംബന്ധമായി മൗലിദ് പാരായണങ്ങളും മറ്റൊക്കെ നടക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തൊക്കെ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലും അറബികളും അനറബികളും, മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ, ഇന്തോനേഷ്യ, ചൈന, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ ഭംഗിയോടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളല്ല വൈറലാക്കേണ്ടത്. കേട്ടുനോക്ക്, അറബികൾ പാടുന്നത്, അറബികൾ മൗലിദ് ഓതുന്നത്. جئتهم والدمع سائل قلت
ഇങ്ങനെയുള്ള നല്ല നല്ല ഗാനങ്ങൾ പാടിപ്പിക്കുക, പാട്ട് പാടിപ്പിക്കുക, കുട്ടികളുടെ മനസ്സിൽ കുഞ്ഞുനാളിൽ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ആ കുട്ടിയുടെ മനസ്സിന് ആത്മീയത വളർത്തി കൊണ്ടുവരുമ്പോൾ ആ കുട്ടി നല്ലൊരു മനുഷ്യനായി മാറും. അല്ലാതെ ഇങ്ങനെ വളർത്തുന്ന കുട്ടികളെ മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ, മനുഷ്യൻ ചിന്തിക്കുന്ന മൃഗമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെടും. അതാണ് വേണ്ടത്. രാഷ്ട്രീയ നേതാക്കൾ വിളിക്കും, പിണറായി വിജയനോ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, കാരണം അവർ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ നല്ല ആവേശത്തോടുകൂടെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും രസമാണെങ്കിലും ആ രസം കൊണ്ട് രക്ഷിതാക്കൾക്ക് നഷ്ടമല്ലേ സംഭവിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ആ കുട്ടിയെ കൊണ്ടുണ്ടാക്കുക? അവൻ വലുതാവട്ടെ, വലുതായിട്ട് അവനക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം അവൻ സ്വീകരിച്ചോട്ടെ. അതല്ല രക്ഷിതാക്കൾ മാർക്സിസ്റ്റ് ആവണോ, ആയിക്കോട്ടെ. കമ്മ്യൂണിസം ഉൾക്കൊള്ളാതെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ കുഞ്ഞു മനസ്സിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പ്രക്ഷാളനം ചെയ്ത് മസ്തിഷ്കം കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞാൽ ആ കുട്ടി നമുക്ക് കേടായിട്ടാണ് വരിക. രക്ഷിതാക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു, എല്ലാ രക്ഷിതാക്കളോടും, നമ്മുടെ മക്കൾ വലതും സ്വാലിഹും യദ്ഉലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എല്ലാം പോയി, അവൻ ഉണ്ടാക്കിയ സ്വത്തും എല്ലാം കളഞ്ഞിട്ടാണ് പോണത്. 3 കാര്യം ഒഴിച്ചിട്ട് അവൻ ചെയ്ത നല്ല സദക്കകൾ, ജാരിയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന, നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സദക്ക അവൻ്റെ ഖബറിലേക്ക് കിട്ടും. ഔ എൽമു യുന്തഫഉ ബിഹി, അവൻ പറഞ്ഞു കൊടുത്ത നല്ല നല്ല അറിവുകൾ ഉൾക്കൊള്ള ആളുകൾ, അതും അവൻ്റെ ഖബറിലേക്ക് കിട്ടും. ഔ വലതും സ്വാലിഹുൻ യദ്ഉലഹു, വലതും സ്വാലിഹുൻ യദ്ഉലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. നമ്മുടെ ഖബറിൻ്റെ അടുക്കൽ വന്ന് ഒലിക്കുന്ന കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, വിറക്കുന്ന കരങ്ങളോടെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന നല്ല മക്കളല്ലേ വളരേണ്ടത്. ആ കുട്ടിക്ക് ഷോക്ക് ട്രീറ്റ്മെൻ്റ് എന്നോണം കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം പഠിപ്പിക്കണ്ടേ? ഡോക്ടറോ എഞ്ചിനീയറോ എന്തെങ്കിലും ആയിക്കോ, നീ രാഷ്ട്രീയ നേതാവാക്കണോ, അങ്ങനെ ആക്കിക്കോ. പക്ഷേ ഷോക്ക് ട്രീറ്റ്മെൻ്റ് എന്നോണം മതവിദ്യാഭ്യാസം ഇല്ലെങ്കിൽ, മതവിദ്യാഭ്യാസം ഒരു വലിയൊരു വിഷയം തന്നെയല്ലേ. അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഈ കുഞ്ഞു മക്കളെ ഇങ്ങനെ തന്നെ രാഷ്ട്രീയ ഭ്രാന്തിയുള്ള ഒരു രാഷ്ട്രീയം അവരുടെ തലയിലേക്ക് പഠിക്കേണ്ട പ്രായത്തിൽ, പഠിച്ച് വളരേണ്ട പ്രായത്തിൽ, കളിച്ചും പഠിച്ചും വളരേണ്ട കുഞ്ഞു മക്കളെ ഇതുപോലുള്ള രാഷ്ട്രീയ രംഗത്തേക്ക് വലിച്ചഴച്ച് കൊണ്ടുവന്ന് വൈറലാക്കി അങ്ങനൊരു പേരെടുത്തത് കൊണ്ട് ഈ രക്ഷിതാക്കൾക്ക് തന്നെയല്ലേ അപകടം. ഈ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ രക്ഷിതാക്കളെ നോക്കുന്ന കാര്യത്തിലും വളരുന്ന കാര്യത്തിലും അവരോടുള്ള സഹകരണത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രയാസം വന്നു കഴിഞ്ഞാൽ നഷ്ടമല്ലേ അത്? നിലത്ത് വെച്ചാൽ എറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും, അരയിൽ കെട്ടിയാൽ അരഞ്ഞാൻ കടിക്കും പോലെ കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്ന നിലക്ക് പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കൾ നമുക്ക് കേടായി വരില്ലേ? 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞ ആ കുട്ടിയെ അങ്ങനെ തന്നെ ചെറുപ്പത്തിൽ നല്ല നിലയിൽ വളർത്തിയെടുത്ത് ആത്മീയ ബോധത്തോടുകൂടെ
ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റിയെടുക്കാനല്ലേ പ്രവാചകൻ പറഞ്ഞത്? അതൊന്നും ഉൾക്കൊള്ളാതെ ഈ രാഷ്ട്രീയ ഭ്രാന്തും സിനിമാ ഭ്രാന്തും ഒക്കെയായി കുട്ടികളെ തലയിലേക്ക് അടിച്ചു കയറ്റിയാൽ രക്ഷിതാക്കളെ നിങ്ങൾക്ക് കേടല്ലേ? ഒരു കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞ് മോശമായാൽ അതിൻ്റെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കല്ലേ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏത് കുഞ്ഞ് വളരുകയാണെങ്കിലും ആ കുഞ്ഞ് ഇസ്ലാമിക പക്വതയിൽ, മനുഷ്യത്വത്തിൻ്റെ പക്വതയിലാണ് വളരുന്നത്. പക്ഷെ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി, ആ കുട്ടിയെ മറ്റു മതസ്ഥരും മറ്റ് ചിന്താഗതികളൊക്കെ ആക്കുന്നത് രക്ഷിതാക്കളാണ്. ഇസ്ലാമിക ബോധമുള്ള, ഇസ്ലാമിൻ്റെ പേരിലുള്ള മുസ്ലിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള രാഷ്ട്രീയ ഭ്രാന്തുകൾ കുഞ്ഞുമക്കളെ തലയിലേക്ക് ദയവ് ചെയ്ത് അടിച്ചേൽപ്പിക്കാതിരിക്കുക. നല്ല നല്ല ഗാനങ്ങൾ പാടിക്കോട്ടെ മക്കൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ, അത് വൈറലാക്കാൻ നോക്കുക. അതാണ് വേണ്ടത്. അതിൽ പ്രോത്സാഹിപ്പിക്കുക. അവന് വീണ്ടും വീണ്ടും അത് പാടാനും പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കുഞ്ഞു മക്കളെ മനസ്സിലേക്ക് ദയവ് ചെയ്ത് അടിച്ചേറ്റരുത്. അടിച്ചു കയറ്റിയാൽ അതുകൊണ്ട് നഷ്ടം രക്ഷിതാക്കൾക്കാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്കുണ്ടാകണമെന്ന് സ്വമേധയാ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.